ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ 250 ml കപ്പിന് 1.5 കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഈ സൂചി ഗോതമ്പ് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി ഇതൊരു അരമണിക്കൂർ സമയത്തേക്ക് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ ഒരു അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയൊക്കെ വേണമെങ്കിൽ കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതൊരു കുക്കറിലായിട്ട് മാറ്റാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് ഇത് കുതിർത്തിയെടുക്കണുള്ളൂ. ഇത് കുക്കറിലായിട്ട് മാറ്റിയതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സൂചി ഗോതമ്പിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട്. എന്നിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സൂചി ഗോതമ്പാണെങ്കിൽ നമ്മുടെ റേഷൻ കടയിലെ ഗോതമ്പ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സൂചി ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്ന് കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 സവോള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരുപാട് ചേർക്കണ്ട കേട്ടോ, ചെറിയ കഷ്ണം മതി. പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത്. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ചേർത്ത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് നല്ലൊരു ട്രാൻസ്പെറൻ്റൊക്കെ ആയി വന്നേച്ചാൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സൂചി ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടോ എന്നൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂചി ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റവയുടെ ഉപ്പുമാവ് ഇഷ്ടമല്ലാത്തവർക്കും ഈ ഒരു ഉപ്പുമാവ് ഇഷ്ടമാവും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഉപ്പുമാവാണിത്. അതുപോലെ തന്നെ രാവിലെ നമ്മുടെ ജോലിയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് തീർക്കാനും പറ്റും. കാരണം വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, ഇത് മാത്രം മതിയല്ലോ. പിന്നെ കറികളൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കുകയും ചെയ്യാം കേട്ടോ. കടലക്കറിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതായത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.